ഹലോ, നല്ല നമസ്കാരം. വിജയ് സേതുപതി, അരവിന്ദ് സ്വാമി എന്നിവർ പ്രധാന വേഷത്തിലെത്തി ഗാന്ധി ടോക്സ് എന്ന് പറയുന്ന നിശബ്ദ സിനിമ. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് മുംബൈ നഗരത്തിലെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ വികസിക്കുന്നത്. ഒരേ സമയം രണ്ട് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. രണ്ട് മനുഷ്യരുടെ കഥയാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്. അവരുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നത് പ്രധാനമായും പണമാണ്, പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ ചിത്രം പതിച്ച ഇന്ത്യൻ രൂപ. അപ്പോൾ ഇതിൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന വിജയ് സേതുപതി ചെയ്യുന്ന മഹാദേവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. മുംബൈയിലെ ഒരു ചെറിയ വീട്ടിൽ രോഗിയായ തൻ്റെ അമ്മയോടൊപ്പം കഴിയുന്ന ദരിദ്രനായ ഒരു യുവാവാണ് മഹാദേവ്. തൻ്റെയും അമ്മയുടെയും ജീവിതം മെച്ചപ്പെടുത്തുവാൻ ഒരു സ്ഥിരം ജോലി കണ്ടെത്തുവാൻ അയാൾ കിടഞ്ഞു പരിശ്രമിക്കുകയാണ്. പക്ഷേ ഒരു ജോലി അദ്ദേഹത്തിന് കൗൺസിലിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ഒരു വലിയ തുക കൈക്കൂലിയായിട്ട് നൽകേണ്ട അവസ്ഥയിലാണ് അയാൾ. ഇതിനിടയിൽ അടുത്ത വീട്ടിലെ പെൺകുട്ടിയുമായിട്ട് നമ്മുടെ അതിഥി റാവു ഹൈദറി ചെയ്ത വേഷം, അയാൾ ആ പെണ്ണുമായിട്ട് പ്രണയത്തിലാവുകയാണ്. അവളെ വിവാഹം കഴിക്കണമെങ്കിൽ പോലും അയാൾക്ക് പണം അത്യന്താപേക്ഷിതമാണ്. പിന്നെ സമാന്തരമായ മറ്റൊരു കഥാപാത്രം സമീർ എന്ന് പറയുന്ന അരവിന്ദ് സ്വാമി ചെയ്ത കഥാപാത്രം. മഹാദേവന്റെ ജീവിതത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് സമീറിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിട്ടുള്ള ഒരു വലിയ കോടീശ്വരൻ. എന്നാൽ രാഷ്ട്രീയക്കാരുടെ ചതിയും വഞ്ചനയും കാരണം അയാളുടെ ബിസിനസ് തകരുകയും ഒരു വലിയ കടബാധ്യതയിൽ അദ്ദേഹം അകപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ തൻ്റെ ആഡംബര ജീവിതവും അതോടൊപ്പം തന്നെ പദവിയും നിലനിർത്താൻ വേണ്ടി അയാൾ ഏതു മാർഗവും സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പണം എങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റുന്നു എന്നതാണ് ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നത്. പണമില്ലാത്ത മഹാദേവും പണം ഉണ്ടാക്കാൻ വേണ്ടി കള്ളനാകാൻ പോലും ശ്രമിക്കുന്ന ഒരു കഥാപാത്രം. പണമുള്ള സമീർ അത് നിലനിർത്താൻ ക്രൂരമായ പല തീരുമാനങ്ങളും എടുക്കുകയും ചെയ്യുകയാണ്. ഇതിൽ സിനിമയിൽ ഗാന്ധിജി നേരിട്ട് വരുന്നില്ല എങ്കിൽ പോലും നമ്മുടെ നോട്ടുകളിലെ ഗാന്ധിജിയുടെ ചിത്രം പലയിടത്തും ഒരു നിശബ്ദ വിറ്റ്നസ് ആയിട്ട് മാറുകയാണ്. നോട്ടിലെ ഗാന്ധിജിയുടെ ചിത്രം മഹാദേവനോട് സംസാരിക്കുന്നത് പോലെയായിട്ട് പലയിടത്തും നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഗാന്ധി ടോക്സ് എന്ന് പറഞ്ഞ് പേര് തന്നെ നൽകിയിരിക്കുന്നതിൻ്റെ പ്രധാനമായ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ സമീറിൻ്റെ വലിയ ഒരു ബംഗ്ലാവിൽ ഉള്ളിൽ നടക്കുന്ന കുറേ സംഭവങ്ങളാണ് പ്രധാനമായും ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അവിടെ സമീർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പണവും സ്വർണവും കൈക്കലാക്കാൻ മഹാദേവ് ശ്രമിക്കുകയാണ്. ആ രാത്രിയിൽ അവിടെ എത്തുന്ന മറ്റൊരു കള്ളൻ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവിടെ വന്നു കയറുന്നതും അവിടെ മൊത്തത്തിലൊന്നും മാറുകയാണ്. പണം കൊണ്ട് മാത്രം ജീവിതം സന്തോഷകരമാകില്ല എന്ന തിരിച്ചറിവാണ് കഥ അവസാനിക്കുന്നത്. അങ്ങനെയാണ് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി മഹാദേവ് അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സത്യസന്ധനായിട്ടുള്ള ഒരു ജീവിതം തിരഞ്ഞെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് സമ്പാദ്യം നന്നായിട്ട് തന്നെ ഉണ്ടാക്കി ജീവിതം മനോഹരമാക്കുന്നു എന്നതാണ് ഇതിൻ്റെ കഥ. മുഴുവനും ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞു. മാർച്ച് 6-ാം തീയതി മുതൽ C5-ൽ ഈ സിനിമ ലഭ്യമാണ്. ഈ സിനിമയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഒരു വാക്ക് പോലും സംസാരിക്കാതെ 2.5 മണിക്കൂർ കഥ പറയാൻ സംവിധായകന് സാധിച്ചു. കിഷോർ പണ്ഡുരാഗ് ബലോക്കർ എന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ധീരമായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ദൃശ്യങ്ങളിലൂടെ കഥ പറയുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. കാരണം ആ ഒരു ശ്രമം അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ചില പ്രശ്നമുണ്ട്. പിന്നെ റഹ്മാൻ, ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് സംഭാഷണങ്ങളില്ലാത്തതിനാൽ സംഗീതത്തിലൂടെയാണ് ഓരോ വികാരത്തെയും നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നത്. പശ്ചാത്തല സംഗീതമാണ് സിനിമയുടെ ശബ്ദമെന്ന് പറയുന്നത്. ഒരു 3 പാട്ടുമുണ്ട്, ഗംഭീരം. പിന്നെ സംഭാഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ താരങ്ങളുടെ പ്രകടനങ്ങൾ മുഴുവനും കയ്യും കാല് കണ്ണ് മുഖം ആംഗ്യത്തിലൂടെയാണ് മൊത്തത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയ് സേതുപതി തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ ദാരിദ്ര്യവും നിസ്സംഗായ അവസ്ഥയും മികച്ച രീതിയിൽ അവതരിപ്പിച്ചു എന്ന് തന്നെ പറയണം. അതോടൊപ്പം തന്നെ അരവിന്ദ് സ്വാമി ക്ലാസ് പ്രകടനം. സിനിമയുടെ ഒരു വലിയ ഒരു ആസ്തി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. പിന്നെ അതിഥി റാവു ഹൈദറി കിടിലമായിട്ട് കൈകാര്യം ചെയ്തു ആ ക്യാരക്ടർ. പിന്നെ ഇതിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കുറേ കീ മൂവ്മെൻറ്റ്സ് ഉണ്ട്. കോടതിയിൽ പണം നൽകി നീതിയെ വിലയ്ക്ക് വാങ്ങുന്ന രംഗം തുടക്കത്തിൽ നല്ല രീതിയിൽ ആൾക്കാരെ എടുത്ത് ഉടുക്കുന്നുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ നന്നായിട്ട് തന്നെ ഉടുക്കുന്നുണ്ട്. പിന്നെ വിജയ് സേതുപതിയുടെ കഥാപാത്രവും തെറ്റുകൾ തിരുത്തി സ്വയം ശുദ്ധീകരിക്കപ്പെടുന്ന ആ ഒരു നിമിഷം ഒരുപാട് ഇമോഷണലി നന്നായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അരവിന്ദ് സ്വാമിയുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള രംഗം, മരണക്കിടക്കയിൽ കിടക്കുന്ന അമ്മയെ ഉണർത്താൻ അദ്ദേഹം ശ്രമിക്കുന്ന രംഗം ശരിക്കും നന്നായിട്ട് നമ്മളെ നന്നായിട്ട് ഇമോഷണലി
ഹുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സാങ്കേതിക ഇത് നോക്കുമ്പോൾ ഛായാഗ്രഹണവും എഡിറ്റിങ്ങും മുംബൈയിലെ ചേരികളും വലിയ ബംഗ്ലാവുകളും തമ്മിലുള്ള വ്യത്യാസം ദൃശ്യങ്ങളിലൂടെ വളരെ മനോഹരമായിട്ട് എന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. രംഗങ്ങൾ തമ്മിലുള്ള മാറ്റങ്ങൾ, അതായത് പാവപ്പെട്ട വീടും അതോടൊപ്പം തന്നെ പടുത്തുകാരൻ്റെ വീടും, അത് നന്നായിട്ട് തന്നെ ക്രിയാത്മകമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രിറ്റിസിസം നോക്കുമ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കഥയാണ്. പരീക്ഷണ സിനിമ എന്നത് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കഥ വളരെയധികം പ്രെഡിക്റ്റബിളാണ്. ഒരു വലിയ ഇതായിട്ട് ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒരുപാട് മൊത്തത്തിൽ നിശബ്ദത, ഒരു വാക്ക് പോലും ആരും തന്നെ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആംഗ്യങ്ങൾ ചില സ്ഥലങ്ങളിൽ എനിക്ക് ഒത്തിരി ഓവർ ആക്ടിങ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് നായികയും നായകനും തമ്മിലുള്ള ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ചില രംഗങ്ങൾ പടവുമായിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറയുന്ന ആ ഒരു സാധനം പലയിടത്തും ആ ഒരു പിന്നെ സംസാരമില്ലാത്തത് കൊണ്ട് ഒരു ഇഴച്ചലും തോന്നി. പിന്നെ അതോടൊപ്പം തന്നെ ഓവർ ആക്ടിങ് ആയിട്ട് എനിക്ക് തോന്നി. ഇതേപോലെ തന്നെ ഒരു ഫ്രഞ്ചിൽ ഇത് നെറ്റ്ഫ്ലിക്സിൽ ഞാനൊരു സിനിമ കണ്ടു, ദി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ. ഇതേപോലെ നിശബ്ദ സിനിമയാണ്. ഫ്രഞ്ച് നടിയാകാൻ കൊതിക്കുന്ന ഒരു യുവതിയും അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള ഒരു സൂപ്പർ സ്റ്റാറും തമ്മിൽ അവർ പ്രണയത്തിലാവുകയാണ്. പിന്നെ ആ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ശബ്ദ സിനിമ വരുന്നതോടുകൂടി നായകൻ ഫ്ലോപ്പായി പോവുകയും നായിക സൂപ്പർ സ്റ്റാറായി മാറുകയും ചെയ്യുന്നു. പിന്നെ ഇവരുടെ പ്രണയത്തിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരു നല്ല കിടലൻ സ്റ്റോറിയാണ് ദി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലുള്ള ഒരു നിശബ്ദ സിനിമ എന്ന് പറയാം, ഒരു സൈലൻറ്റ് കില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ക്ലൈമാക്സിൽ എനിക്ക് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം പോയത്, ഒരു കള്ളൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവിടെ ആ വീട്ടിൽ യാദൃച്ഛികമായിട്ട് കടന്നു വരികയാണ്. അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിൻ്റെ ശവമായിരിക്കും പോലീസ് കണ്ടെത്താൻ പോകുന്നത് എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ അവിടെ നിന്നും നല്ല ഗംഭീരമായിട്ട് സ്കിപ്പ് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് അതിൻ്റെ ക്ലൈമാക്സ് കൊണ്ട് എത്തിച്ചു എന്നുള്ളത് വലിയൊരു ഗംഭീരമായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് ഇതിൽ കീ മൂമെൻറ്റ്സിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു. അത് തീർച്ചയായും ആ പ്രെഡിക്റ്റേഷൻ്റെ അപ്പുറത്ത് എന്തോ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാൻ പിന്നെ സംവിധായകന് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഈ സിനിമ പിന്നെ മാർച്ച് 6-ാം തീയതി C5-ൽ വരുന്നുണ്ട്. കാണുക. വളരെയധികം നിശബ്ദമാണ്. അതോടൊപ്പം തന്നെ സിനിമ കാണുമ്പോൾ ഇതിൽ ടൈപ്പ് ചെയ്ത് വിടുന്ന നോട്ടുകൾ കൃത്യമായിട്ടും വായിച്ചു പോയാൽ മാത്രമേ നമുക്ക് കഥ നമുക്ക് കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ ദഹിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ദഹിക്കത്തില്ല. കാരണം ഡയലോഗുകളൊന്നും തന്നെ ഇല്ല ഈ സിനിമയിൽ. നിശബ്ദമായിട്ടുള്ള സിനിമയാണ്. മ്യൂസിക് മാത്രമാണ് ഇതിൻ്റെ സാധനം. നമ്മൾ ഇമോഷണലി നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. ഇടയ്ക്ക് പിന്നെ പേപ്പർ കട്ടുണ്ട്, പേപ്പർ ന്യൂസുകളുണ്ട്, അതോടൊപ്പം തന്നെ TV ന്യൂസുണ്ട്, അതോടൊപ്പം തന്നെ മൊബൈൽ ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി നമ്മൾ വായിച്ചാൽ മാത്രമേ കഥയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ സിനിമ കാണുന്നത് നന്നായിട്ട് ബോറായിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി ഇത് ചെയ്ത് സിനിമയിലായാൽ മാത്രമേ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.